ഹായ് ഓൾ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങളും കുറച്ച് സമരങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികളെയും കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്ന അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ, അതുപോലെ തന്നെ ഇനി നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി വരുന്നുണ്ട് ലാസ്റ്റ് ഗ്രേഡൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് പഠിക്കാം. കാരണം നമ്മളിപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും ഇതിൽ നിന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്കൊരു 10 മാർക്കെങ്കിലും ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം എന്നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്? 1721. ആറ്റിങ്ങൽ കലാപം നടന്നത് വർഷം 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ്. ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അപ്പം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ്. ദെൻ നെക്സ്റ്റ്, പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര്. പഴശ്ശിരാജയുടെ യഥാർത്ഥ പേരെന്താണ്? കോട്ടയം കേരളവർമ്മ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന് നമ്മൾ പറയും, പക്ഷെ അദ്ദേഹം കോട്ടയം രാജ്യത്തെ രാജാവായിരുന്നു. കോട്ടയം കേരളവർമ്മ എന്നതാണ് പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര്. പഴശ്ശി വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രദേശം എവിടെയാണ്? വയനാടാണ് അല്ലേ? പഴശ്ശി വിപ്ലവങ്ങളുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് വയനാടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ കുണ്ടറ വിളംബരത്തിൻ്റെ വർഷം ഏതാണ്? 1809. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരായിരുന്നു? ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയായിരുന്നു. അടുത്തതാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? 1812. കുറിച്യർ കലാപം നടന്ന വർഷമാണ് 1812. ഇനി ഈ കുറിച്യ കലാപത്തിൻ്റെ നേതാവായിരുന്നു രാമനമ്പി. ആരാണ്? രാമനമ്പിയാണ് കുറിച്യർ കലാപത്തിൻ്റെ നേതാവ്. അടുത്തത് ചാനാർ ലഹളയുടെ മറ്റൊരു പേര്. ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മാറുമറക്കൽ സമരം. ചാനാർ ലഹളയുടെ മറ്റൊരു പേരെന്താണ്? മാറുമറക്കൽ സമരം എന്നാണ്. ഇനി എന്നാണ് ചാനാർ ലഹള നടന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അത് 1859. അപ്പോൾ ചാനാർ ലഹളയുടെ വർഷം 1859. ചാനാർ ലഹളയുടെ മറ്റൊരു പേര് മാറുമറക്കൽ സമരം. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സത്യാഗ്രഹ ക്യാമ്പിലെത്തിയ ദേശീയ നേതാവ് ആരാണ്? ദേശീയ നേതാവ് മഹാത്മാ ഗാന്ധി. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സത്യാഗ്രഹ ക്യാമ്പിലെത്തിയ ദേശീയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. ഇനി വേറൊരു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് ആരാന്ന് നമ്മളോട് ചോദിക്കും. അപ്പം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ. സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വർഷം ചോദിച്ചാൽ 1931-32. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് മന്നത്ത് പത്മനാഭൻ എന്താണ്? സവർണ ജാഥ നയിച്ചതാണ് കേട്ടോ. അടുത്തതാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. നിവർത്തന പ്രക്ഷോഭം 1932. ഈ വർഷങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1721 മുതൽ 1932 വരെയുള്ള ഈ വർഷങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ഇപ്പോൾ മാറുമറക്കൽ സമരം നടന്നത് എന്നാണ്? അല്ലെങ്കിൽ ചാനാർ ലഹള 1859.
ഇപ്പം നിവർത്തന പ്രക്ഷോഭം 1932 നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാളാണ് സി കേശവൻ. അപ്പം നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട നേതാവാണ് സി കേശവൻ. അടുത്തത് കയ്യൂർ സമരം നടന്ന വർഷം. കയ്യൂർ സമരം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. ഇനി കയ്യൂർ സമരം എവിടെയാണ് നടന്നത്? അത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ കയ്യൂർ സമരം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രം മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ചലച്ചിത്രമാണേത്? മീനമാസത്തിലെ സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ എന്നത് ആരാണ് സംവിധാനം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ലെനിൻ രാജേന്ദ്രനാണ് കേട്ടോ. അടുത്തതാണ് മൊറാഴ സമരം. മൊറാഴ സമരം നടന്ന വർഷം ചോദിച്ചാൽ 1940. മൊറാഴ സമരത്തിൻ്റെ വർഷം 1940. മൊറാഴ എന്ന സ്ഥലം എവിടെയാണ്? അത് കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ കയ്യൂർ കാസർഗോഡ്, മൊറാഴ എവിടെയാണ്? അത് കണ്ണൂരാണ്. അടുത്തത് പുനലൂർ പേപ്പർ മിൽ സമരം നടന്ന വർഷം 1888. പുനലൂർ പേപ്പർ മിൽ സമരം നടന്ന വർഷം 1888. പുന്നപ്ര വയലാർ സമരം എവിടെയാണ്? ആലപ്പുഴയാണ്. 1946 കേട്ടോ. പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത് ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പുന്നപ്ര വയലാർ സമരമാണ്. അടുത്തത് തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്ന വർഷം 1946. തോൽവിറക് സമരം നടന്നത് എവിടെയാണ്? തോൽവിറക് സമരം നടന്നത് 1946. ഇതെവിടെയാണ്? ചീമേനിയാണ്. ചീമേനി എവിടെയാണ്? കാസർഗോഡ് ചീമേനിയിലാണ് തോൽവിറക് സമരം നടക്കുന്നത്. അടുത്ത സമരമാണ് കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരം നടന്ന വർഷം ചോദിച്ചാൽ അതും ഏത് വർഷം തന്നെയാണ്? 1946 തന്നെയാണ്. കരിവെള്ളൂർ സമരത്തിൻ്റെ വർഷവും 1946 തന്നെയാണ്. കരിവെള്ളൂർ സമരം ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ ഒരു പ്രധാന കർഷകർ സമരമായിരുന്നു കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു കെ ദേവയാനി. കരിവെള്ളൂർ സമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? കരിവെള്ളൂർ സമരത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു കെ ദേവയാനി. കെ ദേവയാനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കെ ദേവയാനി ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കരിവെള്ളൂർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? 1921. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. അപ്പം മലബാർ കലാപം, വാഗൺ ട്രാജഡി 1921. ഇനി വാഗൺ ട്രാജഡി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയായിരുന്നു എന്ന് ചോദിക്കും. 67. ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ നടന്ന പ്രധാന സ്ഥലം ഏതായിരുന്നു? അത് പയ്യന്നൂരായിരുന്നു. ഇനി കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കെ കേളപ്പനാണ്. അപ്പോൾ പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. അതുപോലെ അവിടെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് പാടിയ ഗാനം വരിക സഹചരെ അത് ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ അത് അംശി നാരായണ പിള്ളയാണ് കേട്ടോ. അടുത്തതാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം നടന്ന വർഷമാണ് 1915. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. അടുത്തത് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. 1947-48 കാലഘട്ടത്തിലാണ്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖൻ ആരാണെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലൻ. അടുത്തതാണ് തൃശ്ശൂർ വൈദ്യുതി സമരം, ഇലക്ട്രിസിറ്റി സമരം 1936. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന വർഷം 1957. അടുത്തത് കയ്യൂർ സമരത്തെക്കുറിച്ചുള്ള പ്രശസ്തമായ ഒരു നോവലാണ് ചിരസ്മരണ. ഈ ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജനയാണ്. കൊച്ചി രാജ പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം 1941. കൊച്ചി രാജ പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം 1941.
കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? എസ് നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യർ. ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ച വർഷം 1896. ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച വർഷം 1896. അടുത്തത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അപ്പോൾ എന്നാണ് വന്നത്? 1938. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ള. വിമോചന സമരം നടന്ന വർഷം ചോദിച്ചാൽ 1959. വിമോചന സമരം നടന്നത് 1959. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മുമ്പ് നമ്മളൊരു ജാഥ പഠിച്ചായിരുന്നല്ലോ, മന്നത്ത് പത്മനാഭൻ്റെ സവർണ ജാഥയാണ് കേട്ടോ. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്? അത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം ഏതാണ്? 1924. ഓക്കെ, ഇനി പിണറായി പാടിക്കുന്ന് സംഭവം നടന്ന വർഷം 1940. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പൂക്കോട്ടൂർ യുദ്ധം 1921. പൂക്കോട്ടൂർ യുദ്ധം, മലബാർ കലാപം, ഇതെല്ലാം 1921 കേട്ടോ. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം 1812. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ വർഷമാണ് 1812. പെരിനാട് ലഹളയുടെ മറ്റൊരു പേര് കല്ലുമാല സമരം 1915. പെരിനാട് ലഹളയുടെ മറ്റൊരു പേരാണ് എന്ത്? കല്ലുമാല സമരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 50 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പഠിച്ചത്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കാണുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.